ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അനുവിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും നല്ലൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന സഹദ് പാർക്ക് എന്ന് പറയുന്ന പാർക്കിലാണ്. അടിപൊളി ഒരു വൈബാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷനും എല്ലാം ഒന്ന് കാണിച്ചു തരാമേ. വഴി അറിയാത്തവർക്ക് ഈ ഏരിയയിൽ വരണുണ്ടോ? ഈ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്താണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് പാർക്ക്. കണ്ട ബിൽഡിങ്. അപ്പം ഇതാണ് എൻട്രി. ഇതൊരു എൻട്രിയാണ്. കുറേ സ്ഥലമുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. എൻ്റെ കൂടെ വന്ന ക്യാമറാമാനാണ് അവിടെ നിൽക്കുന്നത്, ക്യാമറാമാൻ പ്രേമലത. അപ്പം നമ്മളെല്ലാവരും കൂടാണ് വന്നേക്കുന്നത്. നമുക്ക് ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഇനി കാണാം. ബാബാ പൊന്നുമോളെ, നല്ല രസമുണ്ട് അല്ലേ? ഇവിടെ വന്നില്ലേ നഷ്ടമായി. നമ്മൾ ഇതിലേക്ക് ഭക്ഷണം വാങ്ങിയിട്ട് ഒരു ദിവസം ഫുള്ള് വെക്കണം. ഈ വെയിൽ നമ്മളെ നാട്ടിലെ പച്ചപ്പൂലേ, നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ. ഈ സൈഡിൽ നിന്ന് പിടിക്കാം നമുക്ക്. ഈ സാധനം ഒരു സൈഡിൽ വെച്ചിട്ട് ഇത്രയും ഭംഗിയോ? നമ്മുടെ നാട്ടിൽ എവിടേക്കോ ചെന്ന പോലൊരു ഫീലിംഗ് അല്ലേ? എന്താ ഭംഗി പടച്ചോനെ. നമ്മളെ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് നടക്കാമെന്ന് വിചാരിക്കുക. വിശക്കുന്നുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും നടക്കുകയാണ്. കണ്ട, അടിപൊളി 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 അടിപൊളി. അപ്പം നമ്മൾ ചായയൊക്കെ കൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ചായ കടിയൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ചായ കൊണ്ടുവന്ന്, ഉഴുന്ന് വടയുണ്ട്, പരിപ്പ് വടയുണ്ട്. നമ്മളിതൊക്കെ കഴിച്ചിട്ടാണ് ഇനി അടുത്ത ഷൂട്ടിങ്. ഞാനും നമ്മുടെ ക്യാമറമാനും ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ എരിക്കലയാണ് കണ്ടോ. ഇത് വേറെ ഗൾഫ് രാജ്യത്തുണ്ട്. എന്താ എനർജി! ഇവിടെ വരെ നല്ലൊരു വൈബാണ്. അടിപൊളി സ്ഥലമാണ്. കുവൈറ്റിലുള്ള മസ്റ്റായിട്ട് വരണം. എന്ത് രസമാണെന്ന് നോക്കിക്കേ. കപ്പ, നമ്മുടെ നാട്ടിലെ കപ്പയ്ക്കയുടെ അതുപോലുള്ള. ഇതൊക്കെ ഒറിജിനലാണ്. എന്ത് രസ! എരിക്കും പൂവാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഇതേപ്പറ്റി. പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതും ഒരു എൻട്രിയാണ്, പക്ഷെ ഇത് തുറക്കുന്നില്ലെന്ന് തോന്നുന്നു, പൂട്ടിയിട്ടേക്കാണ്. നല്ല എന്താ പറയുക ഇതിനെപ്പറ്റി എനിക്കറിയില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. ശാന്തസുന്ദരമായ സ്ഥലമാണ്. മനോഹരമായ സ്ഥലമാണ്. നാട് പോലെ തന്നെ കേരളം. അപ്പം നമ്മൾ എന്ത് അതിമനോഹരമായ സ്ഥലങ്ങളാണ്. ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അതുവേ കണ്ടോ, ഇവിടെ എല്ലാവർക്കും വന്നിരുന്ന് സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള കസേരകളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ ഇവിടെ കാണാൻ. ഒരു എൻട്രിയെ കൂടെ കയറി അടുത്തടുത്ത് വന്നു. ഇതൊന്നും നമുക്ക് അറിയില്ല എന്തുവാണെന്ന്. സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ പന്ത് കളി, ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട് കണ്ടോ. അടിപൊളി എല്ലാ സാധനം. ഇവിടെ ഒരേ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നതാ. മ്യൂസിക് കൊടുത്താൽ മതി, പാടിക്കോളും. ഇഷ്ടം പോലെ ഇരിക്കുന്നതും അടിപൊളിയാ. അങ്ങനെ ഇതൊരു സ്റ്റേജാണ്. ലൈറ്റുകളും ഒക്കെ ഉണ്ട്. എപ്പോഴും ഇവിടെ പ്രോഗ്രാം ഉണ്ടാവും. ഇന്നിവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഒരിടത്ത് കയറുവാണ്. എന്തോ അങ്ങോട്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം എന്തോ വന്നു. ആൾക്കാരൊക്കെ പോകുന്നത് ഏതോ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. അതിൻ്റെ ശബ്ദം വരും. ആൾക്കാർ നടന്നു പോകുന്നവരെ ബായ്ക്കും കാണാം. സോറിയാ. ഇവിടെ ഫിഷ് കണ്ടാ, ഇതെല്ലാം ഫിഷാണ്.
ലൈറ്റ് ഉണ്ട് കേട്ടോ കുറെ. ആവോലി മീൻ്റെ ഫോട്ടോ ഞാന്നല്ല കൊടുത്തേക്കുന്നേ, വെള്ള ആവോലിയുടെ. നമുക്കിതിനുള്ളിൽ എന്താ സംഭവം എന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ അകത്തോ ഇവിടെ എന്തോ സംഭവം എന്നറിയത്തില്ല. നമ്മളങ്ങനെ പോവുകയാണ്, എന്തോനും പോവോ, ഒരു പല പല ഗുഹകൾ താണ്ടി ഇങ്ങനെ പോവാണ്. ചിലപ്പോ ഇതിലെ കൂടെ നമ്മുടെ വീട്ടിലെത്തുവോ? ഇതെന്താണ്? പാട്ടുകാരിയുണ്ട്. ക്യാമറമാൻ ക്ഷീണിച്ചു പോയി. ക്യാമറമാന്റെ പാട്ട് കേൾക്കണമെങ്കിൽ എല്ലാരും കേട്ടോ. ക്യാമറമാൻ ക്യാമറ പിടിച്ച് ക്ഷീണിച്ചു. എന്താ ഭംഗിയല്ലേ. സിറ്റി ഫുള്ള് നമ്മുടെ ക്യാമറയിൽ പതിയുന്നുണ്ട്. സിറ്റി ഫുള്ള്. ആഹാ ഹാഹാ. നമ്മള് സാൽമിയയിലെ പാർക്കിൽ പോയിട്ട് ഇത്രയും ആസ്വദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മള് അടിപൊളിയാണ്. ഇനിയും കാണാൻ ഒരുപാട് സ്ഥലം. അടിപൊളിയാണ്, അടിപൊളി അടിപൊളി. നടക്കാനൊക്കെ ഉള്ള നല്ല പ്ലേസ്. ഇത്ര പ്രശാന്തമായ ഒരു സ്ഥലം ഞാൻ കണ്ടില്ല. ഇത്രയും നമുക്ക് സന്തോഷമായിട്ടും ഹാപ്പിയായിട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയും കുട്ടിയൊക്കെ വന്ന് ഫുഡൊക്കെ കൊണ്ടുവരാൻ എല്ലായിടത്തും ഇരിക്കാനും ഫുഡ് കഴിക്കാനും ഉള്ള എല്ലാ സെറ്റപ്പ് ഇവർ ഒരുക്കിയിട്ടുണ്ട്. എന്താ ഫാമിലികളെല്ലാം ഒരുപാട് ആൾക്കാരല്ലേ. കുവൈറ്റിൽ ടവർ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. നല്ല രസമല്ലേ. എന്താ മീൻ പിടിക്കാൻ പോകുന്ന കപ്പലാണ് കേട്ടാ. നമുക്ക് ഇതൊക്കെ കാണാനുള്ള യോഗം പഠിച്ചത് തന്നല്ലോ. അതെന്നെ വലിയ കാര്യമാണ്. എന്താ നല്ല രസമുണ്ട്. കൈ മടക്കി വെച്ചേക്കുവാണ്. കോഫിയൊക്കെ കുടിക്കാൻ ഇവിടെ തന്നെ ഷോപ്പുണ്ട്. പക്ഷെ എക്സ്പെൻസീവ് വിലയായിരിക്കും. ക്യാമറമാനാണ് മുമ്പേ പോകുന്നത്. ക്യാമറമാൻ ജാക്കറ്റൊക്കെ തൂക്കിക്കൊണ്ട് പോവാണ്. ഇന്ന് തണുപ്പ് കുറവാണ്. നമ്മൾ ജാക്കറ്റൊക്കെ കൊണ്ടുവന്ന് നല്ല സേഫ്റ്റി ആയിട്ട് വന്നത്. പക്ഷെ ഇന്ന് തണുപ്പ് കുറവായതുകൊണ്ട് നമ്മൾ പിടിച്ചിട്ടില്ല. എന്താ അടിപൊളി സീനറി നോക്ക്. ആഹാ. നീലപ്പൂക്കളുണ്ട് കേട്ടോ, നീലപ്പൂക്കൾ. ഇത് ഒരു എൻട്രി ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെയാണ്. അരിപ്പും ഉണ്ടെന്ന്. അരിപ്പു ഇത് അങ്ങോട്ട് കയറിയിട്ട് എങ്ങോട്ടാന്ന് അറിയത്തില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് എൻട്രി. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ സ്ഥലം അറിയാത്തവർ, ഇത് സിറ്റിയിലാണ്, കുവൈറ്റ് സിറ്റിയിൽ സഹദ് പാർക്ക് എന്നാണ് പേര്. ഇപ്പം നമ്മൾ 3-4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പകുതി സ്ഥലമേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ടൈമില്ല, നമ്മൾ പോവുകയാണ്. അപ്പം എല്ലാവരും ഇവിടെ വരിക, കാണുക, എൻജോയ് ചെയ്യുക. കണ്ടില്ലേ എന്താ രസമെന്ന് നോക്കിക്കേ. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ബാക്കിയാണ്. നമുക്ക് ടൈമില്ല, നമ്മൾ ഇഷ്ടപ്പെട്ടവരെല്ലാം പോരേട്ടോ. നല്ല രസമാണ്, നല്ല രസം. ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങൾ കുറേ സമയം സന്തോഷമായിട്ട് ഇവിടെ ഇരുന്നു. ഒരുപാട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. കണ്ടില്ലേ. ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.